അല്ല അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങനൊക്കെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആരേലും? ഒരു കാര്യം പറയട്ടെ, എല്ലാ വണ്ടികളും വഴിമാറി കൊടുത്തിട്ട് ഈ ഈ ഈ ആള് അവൻ്റെ ആ ആംബുലൻസിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വഴി വിടാതെ സൈറനും അടിക്കുന്നുണ്ട്, ഹോർണും അടിക്കുന്നുണ്ട്, എല്ലാം അടിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു ഇത്തിരി ഇതില്ല, ഉളുപ്പില്ലാണ്ട് അവൻ ആ വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ വട്ടക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്? നിങ്ങൾ പറ, നിങ്ങൾ യോജിക്കുന്നുണ്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ? ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് പറയട്ടെ, ഇവന്മാർക്കൊക്കെ ലൈസൻസ് കൊടുത്തത് തെറ്റായിപ്പോൾ. ഒരിക്കലും ഇങ്ങനത്തെ ഉള്ളവന്മാർക്ക് ലൈസൻസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ടാക്കണം. ഒരു വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഏത് സ്റ്റേറ്റിൽ പോയാലും ഏത് രാജ്യത്തിൽ പോയാലും വണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്ത പോലെ ആക്കി കൊടുക്കണം. കാരണം ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നവന്മാരെ എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കണമെന്നല്ല, അങ്ങേയറ്റം പണിഷ്മെൻറ്റ് കൊടുക്കണം. കാരണം ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരന്മാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഒരു വയ്യാത്ത ആളിനെ കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനത്തെ കാണിച്ചു വെച്ചേക്കുന്നത്. അവനെ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ എവിടെയായാലും പിടിക്കപ്പെടാതിരിക്കത്തില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ കാണാതിരിക്കത്തില്ല. ഉറപ്പായിട്ടും അവന് പണി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ദൈവം ചെയ്ത് ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ ഉള്ളവന്മാരെ എവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലായിടത്തും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. കറക്റ്റായിട്ട് പണിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ദൈവം ചെയ്ത് ഞാൻ കൈ കൂപ്പി ഞാൻ പറയുകയാണ്, എവിടെയായാലും ഒരു ആംബുലൻസ് പോകണമെന്നുള്ള വഴി മാറി കൊടുക്കുക. കാരണം നാളെ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്.